ധന്യേ, ശ്രീരാമൻ അയോധ്യയിലേക്ക് തിരിച്ചെത്തിയോ? സീതാ പരിസമേതനായിട്ട് എത്തിയോ? ഞാൻ അറിഞ്ഞില്ല സാർ. എന്നാ എത്തിയത് കേരളത്തിലാ. എവിടെന്നറിയാമോ? നീളാതീരത്ത് നാവാമുകുന്ദന്റെ മുമ്പില്. പണ്ട് മാവാങ്കം തടങ്ങുന്നില്ലേ, ആ ഭൂമിയിൽ തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു. നമ്മുടെ കുംഭമേള പറഞ്ഞ പോലെ രാവണൻ തിരിച്ചെത്തിയൊന്ന് സംശയമുണ്ടല്ലോ. രാവണന് വന്നിട്ടുണ്ട് എറണാകുളത്ത്. അതുകൊണ്ട് കുഴപ്പമില്ല, യുദ്ധമൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സംഭവമാണിപ്പോ. കേരള ഗവർണർ ഇന്ന് രാവിലെ 11, നമ്മൾ ഈ സംസാരിക്കുന്ന ദിവസം 11 മണിക്ക് മഹാകുംഭമേളയുടെ, കേരളത്തിൻ്റെ കുംഭമേളയുടെ ധ്വജാരോഹണം നടത്തിയിരിക്കുന്നു. പവിത്രമായ നിളാതീരത്തെ നാവാമുകുന്ദന്റെ മുമ്പിൽ. തിരുനാവായി കേരളത്തിലെ ജനങ്ങൾ 100% ലിറ്ററസി സാർ. കുംഭമേള കേൾക്കുമ്പോ കുറെ ഈ കവർ സ്റ്റോറി ചെയ്യും. കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിൽ നിന്ന് വരെ കുംഭമേളയ്ക്ക് ആൾക്കാർ പോയി. ഇഷ്ടപ്പെടില്ല, അസ്വസ്ഥതയുണ്ടാവും. കവർ സ്റ്റോറിക്ക് അസ്വസ്ഥതയുണ്ടാവും. ഇങ്ങനെ ഇതിന് പോകുന്നു. കാരണം ഇത് മത ഏതരത്വത്തിനെതിരല്ലേ. എങ്ങനെ പോകാൻ പാടില്ല. അവിടെ അതൊക്കെ പോകണം. മതേതരത്വം, അതൊക്കെ അവരുടെ വിശ്വാസം. ഇത് വർഗീയതയാണെന്ന് പറയും. അപ്പൊ ഗവർണർ പറഞ്ഞ വേറെ ചില കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. മഹാമാഘ മഹോത്സവം, അങ്ങേര് പിന്നെ വർഗീയവാദിയാണല്ലോ. മഹാമാഘ മഹോത്സവം പുതിയതല്ല, അത് സനാതന പരമ്പരയുടെ പ്രതീകമാണ്. സനാതനം ഇതെല്ലാം മുഴുവൻ വർഗീയമാണ്. അപ്പൊ ഗവർണറും വർഗീയം, സർവത്ര അവിടെ വന്നവരും സ്വാമിമാരും എല്ലാം വർഗീയമാണ്. അതെ, ആ കർമ്മമാണ് ഇവിടെ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ആഘോഷം ഒരു കാര്യം ആർക്കും എതിരല്ല. ഏത് മതക്കാർക്കും അതിൽ പങ്കെടുക്കാം, ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം, ആർക്കും എതിരല്ല. എത്രയോ പുരോഹിതന്മാരാണ്, ക്രിസ്തീയ പുരോഹിതന്മാർ, ഇസ്ലാമിക പുരോഹിതന്മാരാണ് കുംഭമേളയ്ക്ക് പ്രയാഗ്രാജിൽ മുങ്ങിക്കുളിച്ചത്. എത്ര പേരാണ് മുങ്ങിക്കുളിച്ചത്? ഒരു പ്രശ്നവുമില്ലാതെ, ആർക്കും ത്വക്കിനൊരു പരിക്കും പറ്റാതെ തന്നെ. നമ്മൾ പോയത് ഹൃദയം കൈയടക്കാനാണ്, ഭൂമി കൈയടക്കാനല്ല. ലങ്ക പിടിച്ചോണ്ട് വന്നോ ശ്രീരാമൻ? ആ കാര്യമാണ്. ഒരിടത്തും പോയി നമ്മൾ ഒരു അധിനിവേശവും നമ്മൾ നടത്തിയിട്ടില്ല. നമ്മൾ പക്ഷേ പല അധിനിവേശങ്ങൾക്ക് അടിമകളായിരുന്നിട്ടുണ്ട്. മുൻ പ്രധാനമന്ത്രി ഒരു അടൽ ബിഹാരി വാജ്പേയിയുടെ ഒരു കവിതയും കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം മുഴുമിപ്പിച്ചത്. അതുപോലെ തന്നെ ലോകം മുഴുവൻ ശ്രേഷ്ഠ തത്വം പ്രചരിപ്പിച്ചവരാണ് മലയാളികൾ എന്ന് പറയുന്നത്. അതുപോലൊരു ശ്രേഷ്ഠ തത്വമാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്ന കുംഭമേളയും. അതാണ് ധർമ്മം. ധർമ്മം പൂജാഭാഗമോ മതമോ അല്ല, ധർമ്മം സത്യമാണ്. സമൂഹത്തിൻ്റെ നന്മയാണ് ധർമ്മം എന്ന് വളരെ ആവശ്യമാണ്. അതല്ലേ? ശബരിമലയിലുമൊക്കെ ഈ ധർമ്മത്തിന് ചുതി വരുമ്പോൾ തീർച്ചയായിട്ടും ഈ കുംഭമേള വാസ്തവത്തിൽ ഒരു അവതാരമാണ്. എന്തു തോന്നുന്നു? തീർച്ചയായിട്ടും സാർ. കുംഭമേള അവിടെ ഒരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ BJP നടത്തുന്നതെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടികൾ നടത്തുന്നതെന്നോ എന്നുള്ളതല്ല. കുംഭമേളയിൽ പങ്കെടുക്കാൻ പറ്റിയാൽ നാനാ ദേശത്തുള്ള ആളുകൾ വരുന്നു. ഇന്ത്യക്ക് പുറത്തു നിന്ന് വരെ ആളുകൾ അതിൽ പങ്കെടുക്കാനെത്തുന്നു. അതൊക്കെ ചെന്ന് കാണുക എന്ന് പറയുന്നത് വിവിധ സംസ്കാരങ്ങൾ, പാരമ്പര്യം, പിന്നെ വിവിധ രീതിയിലുള്ള വർണ്ണങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മുടെ ഇരുണ്ട ചിന്താഗതിയൊക്കെ ഒരു പരിധിവരെ അതിലൂടെ മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ ഈ 4 ചവറിനകത്ത് ക്യാമറ എടുത്തു വെച്ചിട്ട് കേരളത്തിൽ നിന്നുള്ള 100% ലിറ്ററസി സാർ എന്നിട്ട് കുംഭമേളയിൽ പോകുന്നു. DK ശിവകുമാർ അടക്കം, DK ശിവകുമാറൊക്കെ കോൺഗ്രസിനെയൊക്കെ സംബന്ധിച്ച് വലിയ നേതാക്കന്മാരാണ്. അവരടക്കം കുടുംബത്തോടെയാണ് പോയി ഗംഗയിൽ മുങ്ങി കുളിച്ചിട്ട് വന്നത്. അങ്ങനെ എത്ര പേര്, സാധാരണക്കാർ മുതൽ അങ്ങ് അറ്റം വരെ ഉയർന്ന തലത്തിലുള്ളവർ വരെ പോയി. അതുകൊണ്ടായിരിക്കും പുള്ളിയെ മുഖ്യമന്ത്രി ആക്കാതിരിക്കും. അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വർഗീയവാദിയാണെന്നേ. വർഗീയവാദി അങ്ങനെ നമ്മുടെ സംസ്കൃതി നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഗവർണർ പറഞ്ഞതാണ്. പക്ഷേ ഈ സംസ്കാരം തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷവും. നമ്മുടെ സംസ്കാരത്തിന്റെ തകർച്ച നമ്മുടെ തകർച്ചയാണ്. DYFI ഉണ്ടായിരുന്നു സാർ. അറലേക്കരെ കാണുമ്പോൾ ഉടനെ DYFIക്ക് കൂടിയെടുത്തോണ്ട് ഇപ്പൊ ഈയിടെയായിട്ട് അനങ്ങുന്നില്ല. മനസ്സിലായി, അതൊന്നും ഫലിക്കാൻ പോകുന്നില്ല. പുള്ളി ചിരിച്ചും കൊണ്ട് അതെല്ലാം നേരിടും. നമ്മുടെ സംസ്കാരത്തെ നമ്മൾ തന്നെ വളർത്തിയെടുക്കുകയും സംരക്ഷിക്കുകയും വേണം. ഭാരതത്തിൻ്റെ സനാതനധർമ്മം തർക്കാൻ ആർക്കും കഴിയില്ലെന്നും സനാതനധർമ്മ പരമ്പര കൂടുതൽ ശക്തമാക്കിയാൽ ഭാരതത്തിന് വിശ്വഗുരുസ്ഥാനം നേടാൻ കഴിയുമെന്നും ഗവർണർ പറഞ്ഞു. കണ്ടോ? ശരിയാണത്. പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ തന്നെ ഒരു കുംഭമേള നടത്തിയില്ലേ?
അവിടെ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തുകൊണ്ട് ഇത് തടയാൻ വേണ്ട കാര്യങ്ങളെല്ലാം പിണറായി വിജയൻ ചെയ്തിട്ടും അത് വിഫലമായില്ലേ? മലപ്പുറത്ത് തന്നെ നടത്തി കുംഭമേള. മലപ്പുറത്ത് തന്നെ കുംഭമേള നടക്കുന്നില്ലേ? അവിടെ മലപ്പുറത്തുള്ളവരൊന്ന് പിന്നെ തീവ്രവാദികളോ നടേശം പറയുമ്പോൾ തീവ്രവാദികളോ വർഗീയവാദികളോ ഒന്നുമല്ല, ഉള്ളവരുണ്ടാകാം, ഒന്നോ രണ്ടോ പേരൊക്കെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകും. പക്ഷെ അവിടെ ഉള്ളവരെല്ലാവരെയും ചേർത്ത് പിടിക്കുന്നവരാണ്. എല്ലാ നാട്ടിലുള്ള എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നവർ തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മളെ പാളയം സാറിനറിയില്ലേ? തിരുവനന്തപുരത്തെ പാളയം, തൊട്ടപ്പുറത്ത് നടുക്ക് മുസ്ലിം പള്ളി, അപ്പുറത്ത് ക്രിസ്ത്യാനിയുടെ പള്ളി, ഇപ്പുറത്ത് ഹിന്ദുവിന്റെ ഗണപതിയുടെ അമ്പലവുമാണുള്ളത്. അതാണ് മതേതരത്വം എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഈ കാലത്തെ യുവാക്കളും ചിന്തിക്കുന്നത് അതാണ് മതേതരത്വം. എല്ലാത്തിനും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള കഴിവുന്ന കാഴ്ചപ്പാട്. സതീശന്റെ മതേതരത്വം അല്ല അവരുടെ മതേതരത്വം. എനിക്കറിയാം, ഗുരുവായൂർ ക്ഷേത്രത്തിന് മുമ്പിൽ കൃഷ്ണന്റെ പടം വെട്ടി ജീവിക്കുന്ന പരിചയക്കാരായ പെൺകുട്ടികളെ എനിക്കറിയാം. ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്ന കുട്ടികളെ എനിക്കറിയാം. അവർക്ക് എല്ലാവിധ ഹൈന്ദവ ആചാരങ്ങളിലും വിശ്വാസമുള്ള എത്രയോ മുസ്ലിങ്ങളെ എനിക്കറിയാം. അവരുടെ ഈ തകിട് വരെ കെട്ടുന്ന മുസ്ലിങ്ങളെ എനിക്കറിയാം. അതുപോലെ തന്നെ ഈ ജ്യോതിഷത്തിലൊക്കെ എനിക്ക് വിശ്വാസമില്ലാത്തതാണ്, അതിൽ പോലും വിശ്വസിക്കുന്ന പെൺകുട്ടികളെ എനിക്കറിയാം. ക്രിസ്തീയ സമുദായത്തിലും അതൊക്കെയുണ്ട്. അത് മാത്രമല്ലല്ലോ, മതേതരത്വത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമല്ലേ നമ്മുടെ വാസ്തവത്തിൽ ഈ സരസ്വതി ദേവിയുടെ അനുഗ്രഹമായിട്ട് വിദ്യയെ കരുതിക്കൊണ്ട് നമ്മൾ ആചരിച്ചു പോകുന്ന വിദ്യാരംഭം എല്ലാം പള്ളികളിൽ വരെ ഇപ്പൊ നടത്തുന്നില്ലേ? അതല്ലേ യഥാർത്ഥമായിട്ടുള്ള മതേതരത്വം? അപ്പൊ നമ്മുടെ സംസ്കാരമാണ്, ആ സംസ്കാരമാണ്, അല്ല ഏതെങ്കിലും ഒരു മതമല്ല നമ്മളവിടെ വളർത്തുന്നതും പരിപോഷിക്കുന്നതും. നമ്മുടെ സംസ്കാരം, നമ്മുടെ അക്ഷരത്തോടുള്ള, നമ്മുടെ അറിവിനോടുള്ള നമ്മുടെ ആ സദാഹമായിട്ടുള്ള ഒരു ജിജ്ഞാസ. ഈ മുസ്ലിം ലീഗ് മാത്രമാണ് മതേതരത്വം എന്ന് പറഞ്ഞു എത്ര നാൾ സതീശൻ കേരളത്തിലെ ജനങ്ങളെ കോൺഗ്രസും മുസ്ലിം ലീഗ് അത്രയും പറയുന്നില്ല. സമദാനി എന്ന് പറയുന്ന ആള് ഈ ഹൈന്ദവ വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം പഠിച്ച് അതിന്റെ ആഴങ്ങളിൽ പോയിട്ട് അതിനെക്കുറിച്ച് പ്രസംഗം നടത്തുന്ന മനുഷ്യനാണ്. അങ്ങനെ ധാരാളം ആൾക്കാരുണ്ട്. പക്ഷേ ഈ VD സതീശന് ഈ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുവിരുദ്ധമായൊരു പാർട്ടിയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ധാരണ. അതുകൊണ്ടാണ് ഹിന്ദുവിരുദ്ധ പ്രസംഗിച്ച് മുസ്ലിം ലീഗിനെ സൂചിപ്പിക്കാൻ നടക്കുന്നത്. ഒരു മുസ്ലിം മുഖ്യമന്ത്രിയെ കേരളത്തിന് സംഭാവന ചെയ്യുക എന്നുള്ളതാണ് സതീശൻ്റെ ദൗത്യമെന്നാണ് ഈ രണ്ട് സമുദായ നേതാക്കളും പറയുന്നത്. അദ്ദേഹം അതിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. താനല്ലെങ്കിൽ ഒരു മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി എന്നുള്ളതാണ്. അതായത് മുഖ്യമന്ത്രി പട്ടം തന്നിൽ നിന്ന് പോവുകയാണെങ്കിൽ അങ്ങനെയാണ്. അതിനു വേണ്ടിയിട്ടാണ് വീരാളിപ്പൊട്ട് കൊടുക്കുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞത്. വീരാളിപ്പൊട്ട് കൊടുത്തും കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യും? ഒരു മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി മതി കേരളത്തിൽ എന്നും പറഞ്ഞിട്ട് അദ്ദേഹം ഒരു തീരുമാനം അങ്ങ് എടുക്കും. കോൺഗ്രസിൽ നിന്ന് ആരും വേണ്ടാന്ന് പറയും. കോൺഗ്രസ്സുകാർ മുഴുവൻ അടിപടലം അതങ്ങ് ശിരസാ വഹിക്കും. കാരണം എന്താ? പ്രിയങ്ക ഗാന്ധി ജയിക്കാനുള്ളതാണ്. എവിടെ? വയനാട്ടിൽ വന്ന് ജയിക്കാനുള്ളതാണ്. അല്ലെങ്കിൽ അവരുടെ മോനായിരിക്കും, പ്രിയങ്കയുടെ മോനായിരിക്കും, റോയൻ. അത് ശരി, റോഹൻ അല്ലേ? റോഹൻ ആയിരിക്കും. അതായിരിക്കും ചിലപ്പോൾ. അതായിക്കോട്ടെ. അതാണെങ്കിൽ ഇത്രയ്ക്കുമേൽ അങ്ങ് സുഖിപ്പിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചടിയാകുമെന്നൊരു വിചാരം വേണ്ടതല്ലേ? വകതിരിവ് വേണ്ടേ? പുസ്തകമൊക്കെ വായിക്കുന്ന ആളല്ലേ VD സതീശൻ? അതിനെപ്പറ്റി എന്ത് പറയുന്നത് തന്നെയാണ്? സതീശൻ ഒരുപാട് വിവരമില്ലാത്ത രാഷ്ട്രീയക്കാരുമാരെ ഈ രാഷ്ട്രീയത്തിൽ പിച്ച വെച്ച് നടക്കുന്ന ആളുകളില്ലേ സാർ, അവരെ പോലെയുള്ള ഒരു പെരുമാറ്റമാണ് ഈ പ്രതിപക്ഷ നേതാവിന്റെ വായിൽ നിന്നൊക്കെ വരുന്നതെന്ന് പറയുമ്പോൾ ഇവരെയൊക്കെ നമ്മൾ എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവെന്ന് വിളിക്കുന്നത്? ഈ ഉടയാത്ത ഖദർ വിട്ടുകൊണ്ട് ഷർട്ട് വിട്ടുകൊണ്ട് വെള്ള മുണ്ട് ഷർട്ട് വിട്ടുകൊണ്ട് നടന്നാലൊന്നും പ്രതിപക്ഷ നേതാവില്ല. അത് കുറച്ച് കോമൺ സെൻസ് വേണ്ടേ? PMA സലാം പോലും അത് കൗണ്ടർ ചെയ്തു. VD സതീശനെ കൗണ്ടർ ചെയ്തു. ഞങ്ങൾ രാഷ്ട്രീയക്കാര് സമുദായ നേതാക്കളുടെ വീടുകളിൽ പോകും. VD സതീശനെ തള്ളി പറഞ്ഞിരിക്കുക. മുസ്ലിം ലീഗ് ഇദ്ദേഹത്തിനെ തള്ളി പറഞ്ഞു. ഇദ്ദേഹം ഇപ്പോഴും മുസ്ലിം ലീഗിനെ താങ്ങിക്കൊണ്ട് നടക്കുകയാണ്.